ഞാൻ മാഷ് എന്ന് അത് പറഞ്ഞത് വളരെ വ്യക്തമാണ്. അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പാർട്ടി ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ട്. പ്രിന്റഡ് മാറ്ററാണത്. പക്ഷെ ഇവിടെ നടക്കൂല. മനസ്സിലായോ? വളരെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ അവർ ഞങ്ങളെന്നെ സംസാരിക്കില്ല. പിന്നെ പാവം മാഷ് അത് പറയുന്നത് ശരിയാണ്. അദ്ദേഹത്തിന് അതല്ലേ പറയാൻ പറ്റൂ. അത് പാർട്ടി ഭരണഘടനയിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. ഏത് വലിയവനെയും വിമർശിക്കാനുള്ള അതാണ് ഈ പാർട്ടിയുടെ ശക്തി. സ്വയം വിമർശനവും ഉൾപാർട്ടി ജനാധിപത്യവും ഉൾപാർട്ടി വിമർശനവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് എഴുതി വെച്ച ഈ സാധനം ഉണ്ടല്ലോ, എന്താണ് ഇങ്ങോട്ട് നോക്ക്, ആ ബുക്ക്, ആ ഭരണഘടന, അത് അട്ടത്താ. ആ സാധനം തൊട്ടാൽ അപകട. അതൊന്നുമില്ല. ഒരു പാർട്ടി ലൈൻ ഇങ്ങനെ വലിച്ചെടുക്കും പാവപ്പെട്ട സഖാക്കൾക്ക്. ഇത് പാർട്ടി ലൈനാണ്, ഇനി പുറത്തേക്ക് പോകാൻ പാടില്ല. ഇത് പാർട്ടി ലൈനാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ആ പാർട്ടി ലൈൻ വേണം. EMSന്റെ കാലത്ത് ആ പാർട്ടി ലൈൻ പ്രാവർത്തികമായിരുന്നു. AKGന്റെ കാലത്ത് പ്രാവർത്തികമായിരുന്നു. നാനാരുടെ കാലത്ത് പ്രാവർത്തികമായിരുന്നു. കാരണം ഇവരൊക്കെ പോരാടിയിരുന്ന ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അവർക്ക് വരക്കായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും നിങ്ങളെ കാര്യം ഞങ്ങൾ നോക്കും എന്ന് അവർ നോക്കുകയും ചെയ്യും. അങ്ങനെ ആ സഖാവ് നോക്കുമെന്ന ഉത്തമ വിശ്വാസം പാർട്ടിയിലെ താഴേക്കടയിലെ സഖാക്കൾക്കുണ്ടായിരുന്നു. അത് ആ പാർട്ടി ലൈന് അപ്പുറം അവർ നിൽക്കാണ്ടായിരുന്ന കാരണം അതാ. ഇപ്പം നിങ്ങളിതൊക്കെ പറഞ്ഞല്ലോ. ഇപ്പം ഈ സമ്മേളനങ്ങളും ഈ അൻവറിനെതിരെ ഇപ്പോൾ സമരം നടന്നു ഒക്കെ പറഞ്ഞു. നിങ്ങൾ ആർക്കട്ടെ, നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ ഈ പാർട്ടി നേതാക്കന്മാർ ഇത്തരത്തിൽ നടത്തുന്ന പ്രസ്താവനയുടെ അടിയിലെ കമന്റ്സ് നിങ്ങൾ വായിക്കൂ. അവർ സഖാക്കളല്ലേ. അപ്പം ഇതിങ്ങനെ പറഞ്ഞു നിർത്താവുന്ന ഒരു കാര്യമില്ല. യാഥാർത്ഥ്യങ്ങൾ യഥാർത്ഥ സഖാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വിമർശനം ഉന്നയിക്കുന്നവർക്കൊന്നും ഇനി പാർട്ടിയിൽ സ്ഥാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവരുടെ പുറത്താക്കലോട് തോന്നുന്നത്. അല്ല, പാർട്ടിയിൽ സ്ഥാനം മാത്രമല്ല, ആളുകൾ ഇങ്ങനെ മനസ്സ് മടുത്ത് ഒഴിഞ്ഞു പോകും. മക്കളെ വരെ എന്താ ചെയ്യുക? ഇപ്പൊ എത്ര ഗുണദോഷിച്ചിട്ട് ഒരു മകൻ എങ്ങനെ പറഞ്ഞാലും വരങ്ങന അച്ഛനമ്മ എന്താ ചെയ്യുക? കുറെ പറഞ്ഞു കൊടുക്കും, കുറെ തല്ലി നോക്കും. ഇതൊന്നും നടന്നില്ലെങ്കിൽ പോണേലെ പോട്ടെ എന്ന് പറയും, അല്ലേ? അപ്പം ഇത് ഇങ്ങനെ പറഞ്ഞ് അതിന്റെ അവസാനത്തെ അടിയാ കിട്ടിയത്. തല്ല് കിട്ടിയതാണ് ഏത്? ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞിട്ടും ഇതൊന്നും പരിശോധന ഇല്ലെങ്കിൽ ജനങ്ങൾ പല വഴിക്കും പിരിഞ്ഞു പോകും. അതാണ് പാർട്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇപ്പൊ ടീച്ചർ മത്സരിച്ചല്ലേ വടകരയിലല്ലേ? നമുക്കൊക്കെ ടീച്ചർക്ക് എന്തായാലും കുറച്ച് വോട്ടുണ്ട് എന്ന് വിശ്വസിച്ച ആളുകളാണ് നമ്മൾ. ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ആയിരുന്നില്ല ജനം, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം അവരെ കണക്കാക്കിയിരുന്നത്. തൊട്ടടുത്ത പാർലമെന്റ് മണ്ഡലത്തിലൊക്കെ 1 ലക്ഷം വോട്ടിന് ഓരോരുത്തരും ജയിക്കുമോ? ഒരു 50,000 വോട്ടെങ്കിലും ടീച്ചർക്ക് കിട്ടിയിരുന്ന ടീച്ചർ ഒരു 50,000 വോട്ടിലല്ലേ തോൽക്കാൻ പാടുള്ളൂ. ഒരു വ്യത്യാസം ഉണ്ടോ? ഒരു വോട്ട് കിട്ടിയോ? എന്തേ? ടീച്ചറോടുള്ള വിരോധമാണോ? അല്ല, പാർട്ടി സഖാക്കൾ മാറി വോട്ട് ചെയ്ത, പ്രതിഷേധം രേഖപ്പെടുത്തിയ പിണറായി അടക്കമുണ്ടായില്ലേ? കണ്ണൂരിലെ മിക്ക ഈ ഡിവിഷനുകളിലും ഇവിടെ മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥികളുടെ മെജ കൊണ്ടൊന്നുമില്ല ഇവരൊക്കെ ജയിച്ചു കയറിയത്. പാർട്ടി സഖാക്കൾ കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ. അത് വിലയിരുത്തിയോ ഈ പാർട്ടി വിലയിരുത്തിയോ? 100 സഖാക്കളെ വിളിച്ച് ചോദിച്ചോ എന്താ നിങ്ങളിങ്ങനെ വോട്ടിങ്ങനെ ആവാൻ കാരണമെന്ന്? അപ്പൊ എന്താ ഈ പറയുന്ന പോലെ എന്തൊക്കെയോ പറയും മാഷ്. എനിക്ക് ആ മലയാളം അറിയില്ല, കാരണം എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബന്ധമല്ലോ ഇവർ പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് ആ ഭാഷ അറിയില്ല. പക്ഷെ ഇതിലൊരു മനുഷ്യന്റെ ഭാഷ ഉണ്ട്. എന്താണ്? ഇങ്ങനൊരു വിഷയമുണ്ടായാൽ ഓരോ ബ്രാഞ്ചിലെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ പ്രധാന പ്രവർത്തകരെ, ആ പാർട്ടിക്കും വേണ്ടി അധ്വാനിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരുണ്ട്, അവരെ വിളിച്ചു വെച്ചാൽ അവർ പറയും ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. എന്ത് സഖാവ് ഇനി അങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് ചോദിച്ചാൽ ആ സഖാവ് പറയും നിങ്ങൾ ഈ നിലപാടുകൾ ശരിയല്ല, ഇത് പാർട്ടിയുടെ നിലപാടല്ല, അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് പഠിക്കാനൊന്ന് ചിന്തിക്കാനാണ് ഞങ്ങൾ ഈ വോട്ട് ഇങ്ങനെ ചെയ്തത് എന്ന് അവർ പറയും. ചോദിച്ചവരാരെങ്കിലും? എനിക്കും അറിയാലോ. ഇപ്പൊ സെക്രട്ടറി പറയുന്നത് പോലെ ബഹുജന സംഘടനകളായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, പ്രവർത്തിച്ചില്ല എന്ന്. ആയിക്കോട്ടെ, സമ്മതിച്ചു, അത് നാട്ടുകാർക്ക് അറിയാം.